എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോയ മഞ്ചൂരിയൻ തയ്യാറാക്കിയാലോ. അപ്പൊ സോയ ചങ്ക്സ് ഉപയോഗിച്ചിട്ട് തയ്യാറാക്കാവുന്ന നല്ലൊരു അടിപൊളി ഡിഷ് തന്നെയാണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കിയാലോ. അപ്പൊ അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നിമിഷാസ് കിച്ചൺ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് സോയ മഞ്ചൂരിയൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് അളവിൽ സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വലിയ ടൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ചെറിയ ടൈപ്പ് ആണെങ്കിലും ഉപയോഗിക്കട്ടെ, എന്നാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം മുഴുവനായിട്ട് തന്നെ. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് സമയം വെള്ളത്തിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അതായത് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം, അതുവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. പിന്നെ സോയ ചങ്ക്സ് ഓവറായിട്ട് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴഞ്ഞു പോകാനൊക്കെ ഒരു സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രാൻഡിനനുസരിച്ചൊക്കെ അത് വ്യത്യാസം വരും. ഇനി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിത് അടച്ചു വെക്കണം ഒരു അരമണിക്കൂർ, അതായത് ഒരു 15 മിനിറ്റ് മുതൽ ഒരു അരമണിക്കൂർ വരെ ഇതുപോലെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ബ്രാൻഡിനനുസരിച്ച് ഇതിന്റെ അതായത് കുക്കിംഗ് ടൈമിൽ വ്യത്യാസം വരും. ഇപ്പൊ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് കണ്ടില്ലേ, കട്ട് ചെയ്തെടുക്കാൻ പറ്റണം, ഇത്രയും മതി. ഇനി നമുക്കിതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ചൂടോട് കൂടി തന്നെയാണ് ഞാനിത് ഡ്രെയിൻ ചെയ്തെടുക്കുന്നത്. അതിനുശേഷം പിന്നെ നമുക്കൊരു 3-4 പ്രാവശ്യമെങ്കിലും ഇത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. സോയ ചങ്ക്സ് എന്ന് പറയുമ്പോൾ അതിനൊരു സ്മെല്ലൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ പോവാനും ആ ഒരു ടേസ്റ്റ് ഒക്കെ ഒന്ന് പോവാനാണ് നമ്മൾ വാഷ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സോയ ചങ്ക്സ് പലരും ഇഷ്ടപ്പെടാത്തതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ആ ഒരു മണവും അതുപോലെ ആ ഒരു ടേസ്റ്റ് ഒക്കെ തന്നെയാണ് കേട്ടോ. അപ്പൊ ഞാനിപ്പോ പച്ചവെള്ളത്തിലേക്ക് ഈ ഡ്രെയിൻ ചെയ്തെടുത്ത സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. വാഷ് ചെയ്തതിന് ശേഷം പിഴിഞ്ഞെടുക്കുക നന്നായിട്ട്. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ വരും. അപ്പോൾ ഇതിനു മുമ്പ് തന്നെ സോയ ചങ്ക്സ് ഉപയോഗിച്ചിട്ട് പല റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. സോയ ചങ്ക്സ് റോസ്റ്റ്, അതുപോലെ സോയ 65, സോയ പെപ്പർ റോസ്റ്റ്, സോയ ബിരിയാണി, സോയ ചങ്ക്സ് കറി ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ ലിങ്ക് പിൻഡ് കമന്റ് ആയിട്ട് കൊടുക്കാട്ടെ, കാണുന്നുള്ളവർക്ക് കണ്ടു നോക്കാം. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഞാൻ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, മുളക് പൊടി അതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കാട്ടോ, കൂട്ടിയ കുറച്ചൊക്കെ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ തൈര് ചേർത്ത് കൊടുക്കുക. തൈര് ചേർക്കുമ്പോൾ ഒരുപാട് ലൂസായിട്ടുള്ള തൈര് ചേർക്കരുത്, കുറച്ച് കട്ടിയായിട്ടുള്ളത് ചേർക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലോർ ആണ്. കോൺഫ്ലോർ അപ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോണത്. കോൺഫ്ലോർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺഫ്ലോർ സ്കിപ്പ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അരിപ്പൊടി ആണെങ്കിലും ഉപയോഗിക്കുക ഇതിന് വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ച് കൊടുക്കണം. ഞാനിപ്പോൾ എള്ളെണ്ണയാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വെള്ളം തീരെ ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഒഴിച്ച് കൊടുക്കാം കേട്ടോ, ഒരു പേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് മാത്രം. പിന്നെ നമ്മൾ ഇതിലേക്ക് സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സോയ ചങ്ക്സ് 3-4 പ്രാവശ്യം വാഷ് ചെയ്ത് പിഴിഞ്ഞെടുത്തതാണ് ും ഇതിൽ ചെറുതായിട്ട് ഒരു വാട്ടർ കണ്ടന്റ് എന്തായാലും ഉണ്ടാവുമല്ലോ, അപ്പൊ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി വരില്ല. ഇതും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ വരും. ഇപ്പൊ കണ്ടില്ലേ, ഇത് കറക്റ്റ് ആയിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ മൈദയും കോൺഫ്ലോർ ഒക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് അളവിൽ ചേർത്ത് കൊടുക്കരുത് കേട്ടോ, ചെറിയൊരു കോട്ടിങ് തന്നെ മതി. ഒരുപാട് അളവിലായി കഴിഞ്ഞാൽ നന്നായിട്ട് വരില്ല. ഇനി ഞാനിത് അടച്ചു വെക്കണം, ഒരു അരമണിക്കൂർ എങ്കിലും മിനിമം നമുക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. കൂടുതൽ സമയം വെക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇതിൽ മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടുന്നുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കണം, അതായത് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന്. ഇനി എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഈ ഒരു മാരിനേറ്റ് ചെയ്ത് വെച്ച് സോയ ചങ്ക്സ് ഓരോന്നും ഇതുപോലെ ഇട്ട് കൊടുക്കാട്ടോ. ഒരുമിച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കട്ട പിടിച്ചിരിക്കാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഇതുപോലെ ആവശ്യത്തിന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെ തിരിച്ചു മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാട്ടോ. ഒരുപാട് ക്രിസ്പി ആയി പോകരുത്, പുറം ഭാഗം നന്നായിട്ട് മൊരിഞ്ഞു വരണം, പക്ഷെ ഉൾഭാഗത്തിന് ചെറിയൊരു സോഫ്റ്റ്നെസ് ഉണ്ടായിരിക്കണം. അപ്പൊ തന്നെയായിരിക്കും നമ്മൾ മഞ്ചൂരിയൻ സോസ് തയ്യാറാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ സോസ് ഒക്കെ ഇതിന്റെ ഉള്ളിലേക്ക് പിടിക്കുള്ളൂ കേട്ടോ. ഇപ്പൊ കണ്ടില്ലേ, ആവശ്യത്തിന് തന്നെ ഇതൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കോരി മാറ്റാം. അപ്പൊ കോരി എടുത്തതിന് ശേഷം ഒരു കിച്ചൺ ടിഷ്യൂലേക്കോ അല്ലെങ്കിൽ ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പൊ എക്സസ് ആയിട്ട് എന്തെങ്കിലും ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോയി കിട്ടും. പിന്നെ നമ്മൾ എന്ത് സാധനം ഫ്രൈ ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിലും, അതായത് കോരി എടുക്കുന്ന ഒരു സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അപ്പൊ ഓയിലൊന്നും തീരെ പിടിക്കില്ല. പിന്നെ ഈ സോയ ചങ്ക്സ് ഒന്ന് ഫ്രൈ ചെയ്യുമ്പോൾ അങ്ങനെ ഓയിലൊന്നും തീരെ പിടിക്കില്ല കേട്ടോ ഇതിൽ. ഇനി അടുത്ത ബാച്ചും ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ എത്രയുണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് മുഴുവനായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഫ്രൈ ചെയ്തെടുത്തത് ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ ഉൾഭാഗം കണ്ടില്ലേ, ഇതുപോലെയാണ് ഇരിക്കുന്നത്. പുറം ഭാഗം പക്ഷെ നല്ല ക്രിസ്പിയാണ്. ഈ ഫ്രൈ ചെയ്തെടുത്തത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഒരു സ്നാക്ക് ഒക്കെ ആയിട്ട് കഴിക്കാവുന്നത് തന്നെയുള്ളൂ. സോയ ചങ്ക്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള കറിയാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് വരിക. അപ്പോൾ കണ്ടില്ലേ, എല്ലാം ഞാനിപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ചൂരിയൻ സോസ് തയ്യാറാക്കണം. ഇതിന് ആവശ്യമുള്ളത് ഇതുപോലുള്ള ചൈനീസ് ഡിഷുകളൊക്കെ നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു
6-7 വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചതും അതുപോലെ ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഇത് വഴറ്റിയെടുക്കുന്നത്. അപ്പോഴായിരിക്കും ആ ഒരു ഫ്ലേവേഴ്സും ഒക്കെ കറക്റ്റ് ആയിട്ട് തന്നെ വരുള്ളൂ. ഇനി ഇതിൻ്റെ പച്ചമണം ചെറുതായിട്ടൊന്ന് മാറി വരണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഓവറായിട്ട് ഇത് ഫ്രൈ ചെയ്ത് എടുക്കരുത് ഒരിക്കലും. ഇനി ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ വൈറ്റ് ഒരു 2 ടേബിൾ സ്പൂണോളം അളവിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 3 പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ സ്പൈസി ആണെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടി എടുക്കാം. അപ്പോൾ പച്ചമുളക് കൂടുതൽ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറൊക്കെ തന്നെ കിട്ടുന്നുണ്ട് ഇതിന്. ഇനി ഇതിലേക്ക് നമുക്ക് സവോള മുറിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതിന് വേണ്ടിയിട്ട് ഒരു സവോള ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് അളവിലൊന്നും വേണ്ട സവോള, നമ്മളിപ്പോൾ ഒരുപാട് അളവിലൊന്നും തയ്യാറാക്കി എടുക്കുന്നില്ലല്ലോ. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ക്യാപ്സിക്കം ഇതുപോലെ വലുതായിട്ട് മുറിച്ചത് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളേർഡ് ക്യാപ്സിക്കം ഉപയോഗിക്കാം. അപ്പോൾ നല്ല കളർഫുൾ ആയിട്ട് തന്നെ ഇരിക്കും. ഇനിയിപ്പോൾ ക്യാപ്സിക്കം സവോളയും ഒന്ന് വഴറ്റിയെടുക്കുക. പക്ഷേ ഇത് ഒരുപാട് വഴന്ന് വരരുത്. ക്യാപ്സിക്കം സവോളയൊക്കെ നല്ല ക്രഞ്ചി ആയിട്ടായിരിക്കണം ഈ ഒരു റെസിപ്പിയിൽ ഉണ്ടാവേണ്ടത്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വീട്ടിൽ ടൊമാറ്റോ കെച്ചപ്പ് തയ്യാറാക്കുന്ന വീഡിയോ ഒക്കെ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, കാണുന്നുള്ളവർക്ക് കണ്ടു നോക്കാട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുന്ന ടൊമാറ്റോ കെച്ചപ്പിന് അനുസരിച്ച് അളവിൽ വ്യത്യാസം വരും ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് റെഡ് ചില്ലി സോസ് ചേർത്ത് കൊടുക്കുക. ഇതും ഞാൻ 2 ടേബിൾ സ്പൂൺ അളവിൽ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചില്ലി പേസ്റ്റ് ആണെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നത് തന്നെയുള്ളൂ, കാശ്മീരി ചില്ലി പേസ്റ്റ് ഇട്ടാ. ഇനി ഇതിലേക്ക് നമുക്ക് ഡാർക്ക് സോയ സോസ് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക. ലൈറ്റ് സോയ സോസിന് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിലൊക്കെ ചേർത്ത് കൊടുക്കാവുന്നത് തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു രീതിയിൽ. അപ്പോൾ നമ്മൾ ഈ ചേർത്ത സോസുകളിലൊക്കെ ഉപ്പുണ്ടായിരിക്കും. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിലാണ് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നത്. പുളി ഒരിക്കലും കൂടി പോകരുത്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ നല്ലെണ്ണ ചേർത്ത് കൊടുക്കണം, അതായത് എള്ളെണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ചൈനീസ് ഫ്ലേവർ തന്നെ കിട്ടും. പിന്നെ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഉപ്പ് ശ്രദ്ധിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കൂടി പോകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. ഇനി എല്ലാം കൂടി നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മഞ്ചൂരിയൻ സോസ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിൽ. ഇനി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച സോയ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സോയയുടെ ഉള്ളിലേക്കൊക്കെ ചെറുതായിട്ട് ഈ ഒരു സോസൊക്കെ നന്നായിട്ട് പിടിച്ച് വരും. കുറച്ച് സമയം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ കണ്ടില്ലേ, കറക്റ്റായിട്ട് ഞാൻ ഈ ഒരു രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു റെസിപ്പി എന്നൊക്കെ പറയുന്നത് സോയ ചങ്ക്സ് ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചു പോകുന്ന നല്ലൊരു അടിപൊളി റെസിപ്പി തന്നെയാണ്. സോയ ചങ്ക്സിൻ്റെ ഒരു സ്മെല്ലോ ആ ഒരു ടേസ്റ്റോ അങ്ങനെ ഒന്നും തന്നെ നമുക്ക് തോന്നില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് ഇതിലേക്ക് അവസാനത്തെ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുക. സ്പ്രിംഗ് ഓണിയൻ ഗ്രീനാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരു പിടി അല്ലെങ്കിൽ ഒരു 1/4 കപ്പോളം അളവിലാണ് ചേർക്കുന്നത്. ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, പക്ഷേ ഇതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ തന്നെ ഇതിന് കിട്ടും. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത് മതി, കണ്ടില്ലേ, കറക്റ്റായിട്ട് അടിപൊളിയായിട്ട് തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഏത് കോമ്പിനേഷൻസിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് കഴിക്കാവുന്നത് തന്നെയുള്ളൂ. അല്ലെങ്കിൽ തന്നെയാണെങ്കിലും അടിപൊളി തന്നെയാണ്. നല്ലൊരു സ്റ്റാർട്ടറായിട്ട് നമുക്കിത് കഴിക്കാം. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പ്രത്യേകിച്ച് വെജിറ്റേറിയൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ. വെജിറ്റേറിയൻസ് മാത്രമല്ല നോൺ വെജിറ്റേറിയൻസിനാണെങ്കിലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ നിമിഷാസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.